Go. ഹലോ എവ്രിബഡി, എഴുതാപ്പുറത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ വളരെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. വിത്ത് മീ ആർ അനൂപ്, ലേഖ ആൻഡ് കൃഷ്ണകുമാർ ആൻഡ് ഐ എം സന്ദീപ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ദ ബുക്സ് ദാറ്റ് സാറ്റിസ്ഫൈഡ് യു ഇൻ ഇറ്റ്സ് മൂവി അഡാപ്റ്റേഷൻ, അതുപോലെ മൂവിയിൽ അഡാപ്റ്റ് ചെയ്തപ്പോൾ സാറ്റിസ്ഫൈ ആകാത്ത പുസ്തകങ്ങൾ. അങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ പോണത്. അപ്പോൾ ആസ് യൂഷ്വൽ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ലേഡി. ലേഖ, ഓവർ ടു യു. താങ്ക് യു. എനിക്ക് ആക്ച്വലി ഞാൻ ഈ മൂവി അഡാപ്റ്റേഷൻസും ജനറലി ഒരു ബുക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാത്ത ഒരാളാണ് ഞാൻ. ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ് ദ ബുക്ക് ഇസ് ബെറ്റർ. അതിനൊരു റീസൺ ഞാനൊരു ബുക്കിൽ വായിച്ചാണ്. ഇറ്റ്സ് നോട്ട് മീ. പോളോ കൊയ്ലോന്റെ ജഹീർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അതിൽ ഹീ സേസ് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു സിനിമ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓടുന്നുണ്ട്. അതുമായിട്ട് ഒരു ഡയറക്ടറിന്റെ വിഷൻ മാച്ച് ആവാതെ വരുമ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെടാത്തത്. അതാണ് അതിന്റെ ഇത്. അത് ഡയറക്ടർ മോശമായതുകൊണ്ട് അഡാപ്റ്റേഷൻ മോശം, നമ്മുടെ ഇമാജിനേഷനായിട്ട് അതിന് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയത് സേഫസ്റ്റ് അഡാപ്റ്റേഷൻ ഡ്രാക്കുളയാണ്. ഡ്രാക്കുള, അഗത ക്രിസ്റ്റി നോവൽസ്, കോറലിൻ, they're all good adaptations. അതില് ഡ്രാക്കുള, ഐ ഹാവ് ടു സേ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വിനയന്റെ ഡ്രാക്കുള അല്ല. അതിന് വേറൊരു ഫാൻ ബേസ് ഉണ്ട്, പക്ഷെ അതല്ല. പക്ഷെ മറ്റേ ഡ്രാക്കുളയൊക്കെ കണ്ട് അത്യാവശ്യം നല്ലോണം ബുക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് നന്നായിട്ട് എടുത്തേക്കുന്ന, ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രാക്കുള ആയാലും വളരെ നന്നായിട്ട് എടുത്തേക്കുന്ന മൂവീസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നു എന്നല്ല, ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഞാൻ തൂവാനത്തുമ്പികളാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബുക്ക് പോയി ഞാൻ വായിച്ചു, ഉദകപ്പോള. ബുക്കും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുള്ള ഇതാണ്. കാരണം ബുക്ക് ഇസ് ഇൻ എ വെരി ഡാർക്ക് സ്പേസ്. തൂവാനത്തുമ്പികൾ ഇസ് എ റൊമാൻറ്റിക് മൂവി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പം അതെനിക്ക് ഭയങ്കര എന്താ പറയാ സർപ്രൈസിങ് ആയി തോന്നിയൊരു ബുക്കായിരുന്നു. അത് മാത്രമല്ല, അതും അങ്ങനെ തന്നെ ഉദകപ്പോള ഒരു മൂവിയാക്കി എടുത്തിരുന്നെങ്കിൽ അത് ഇരുട്ടിന്റെ ആത്മാവ് പോലെ സഹിക്കാൻ പറ്റാത്ത ഒരു, കണ്ടിറങ്ങാൻ പറ്റുമ്പോ ഒരു ഭാരമുള്ള സിനിമയായി പോയനെ. ഒരു ഫീൽ ഗുഡ് പടത്തിന് പകരം ഒട്ടും ഫീൽ ഗുഡ് അല്ലാത്ത, അത് ഉദ്ദേശിച്ചതും എല്ലാം തോന്നുന്നു. അത് അവനൊരു വളരെ സീഡി ആയിട്ടുള്ളൊരു തൃശ്ശൂരിന്റെ ഒരു കഥയാണത്. ബാക്ക് അലീസിൽ നടക്കുന്ന ഒരു കഥയാണത്. എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ത്രില്ലേഴ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പല ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഗോ മിസ്സിങ് എന്നുള്ളത്. ഒരു ബാസ്റ്റിൻ ട്രിലോജി എന്ന് പറഞ്ഞിട്ട്, ഐ ഡോണ്ട് റിമെമ്പർ ദി ഓത്ത്, ഐ തിങ്ക് ഇറ്റ്സ് ഡൊളോറസ് റെഡോണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓത്തറാണ്. ഒരു സ്പാനിഷ് ബുക്കാണ്. നെറ്റ്ഫ്ലിക്സിൽ ഒരു 3 പാർട്ട് മൂവി ആയിട്ടുണ്ട് ഈ ബാസ്റ്റിൻ ട്രിലോജി. അത് ഇതേമാതിരി ബുക്ക് വാസ് ചില്ലിങ്. വെദർ ദ മൂവി ക്യാപ്ചേർഡ് ദി അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. So book was better. Team book was better ആണ് always. അപ്പൊ ഇതില് നമ്മുടെ ഉദകപ്പോള തൂവാനത്തുമ്പികളില് സംസാരിക്കുമ്പോൾ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്ന 2 കഥാപാത്രങ്ങളെ മെർജ് ചെയ്തിട്ടാണ് മൂവിയില് ജയകൃഷ്ണനെ കൊണ്ടുവന്നിരിക്കുന്നത്. ജയകൃഷ്ണൻ ടു ജയകൃഷ്ണൻ 1:1 മാപ്പിംഗ് അല്ലല്ലോ. അല്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടേഴ്സും അശോകന്റെ ക്യാരക്ടേഴ്സിന്ന് കുറച്ചെടുത്ത് ഇതിലിട്ടതും ഒക്കെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു ആക്ച്വലി. ജയകൃഷ്ണൻ ഇൻ ദ മൂവി വാസ് വെരി ലവബിൾ. എല്ലാ ഇതൊക്കെ ഉണ്ടെങ്കിലും ആള് വെരി ലവബിൾ കാണിച്ചാലും. അതെ, പക്ഷെ മറ്റേ ഇതില് ക്യാരക്ടറായിട്ട് നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റില്ല. ഇനി മോഹൻലാലിന്റെ കഴിവായിരിക്കണം വിശ്വസിക്കും. പക്ഷെ എനിക്ക് അതില് ആകെ ആ സിനിമയില് ബിലീവബിൾ അല്ലാതെ പോയ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോളേജിൽ കേറിയിട്ട് പാർവതി അങ്ങനെ ചൊറിഞ്ഞിട്ടിറങ്ങി പോകുമ്പോ അവിടെ ഏത് കോളേജിലാണെങ്കിലും അടിയിട്ടേനെ. കുറച്ച് അഡാപ്റ്റേഷൻ അന്നത്തെ മോഹൻലാലിന്റെ സ്റ്റാർ പവർ ഒക്കെ വെച്ചിട്ട് അല്ല ഇന്നും. ഓൾറൈറ്റ്, അപ്പൊ അടുത്തത് അനൂപ്, ഓവർ ടു യു. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം.
ഞാൻ പിന്നെ എനിക്ക് നിങ്ങളുടെ അത്രയും വായനാശീലമൊന്നും ഇല്ല. സോ പലപ്പോഴും വെൻ ഡയഗ്രാംസിൽ മൂവീസ് ആൻഡ് ബുക്സ് അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാറില്ല. സോ എനിവേ ഞാൻ എൻ്റെ ഒരു കേട്ടറിവും ഞാൻ കണ്ടതും വെച്ച് ഞാൻ ഉള്ളത് പറയാം. I'm going to compare two things. Lord of the Rings with Hobbit and the Power of the Rings. അപ്പോൾ ലോർഡ് ഓഫ് ദ റിങ്സ് വി നോ പീറ്റർ ജാക്സന്റെ വളരെ മനോഹരമായ ഒരു ട്രയോളജിയാണ്. ആൻഡ് ഇറ്റ്സ് യു ക്യാൻ ടെൽ ഇറ്റ്സ് ബീൻ അഡാപ്റ്റഡ് വെരി നൈസ്ലി. കാരണം അതിൻ്റെ ദർ ഇസ് നോ കോൺട്രവേഴ്സി അമോങ് ദ ഫാൻ ബേസ്. ആൻഡ് പക്ഷേ യു കമ്പയർ ദാറ്റ് വിത്ത് ഹോബിറ്റ് you can see that it's a cash grab. നന്നായി സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേഴ്സ് ദാൻ ദാറ്റ് ആമസോണിൽ ഒരു പുതിയ സീരീസ് ഉണ്ട്, പവർ ഓഫ് ദ റിങ്സ്. ഇറ്റ് ഈസ് സോ ബാഡ് ഫ്രം എ സ്റ്റോറി ടെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂ. സോറി, റിങ്സ് ഓഫ് പവർ. ഇറ്റ്സ് ദാറ്റ് ഫോർഗെറ്റ്ഫുൾ. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാത്തിരുന്ന സാധനമാണ്. ഒരുപാട് കാത്തിരുന്നിട്ട് അത് വന്ന് ആദ്യത്തെ സീസൺ സഹിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് എപ്പിസോഡ് സഹിക്കാൻ പറ്റും. So they are trying to, I don't know, probably try to pull in a Game of Thrones kind of, effect on it. അല്ല, അത് ഗെയിം ഓഫ് ത്രോൺസ് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തതാര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാനാണ് നോക്കിയത് അവരും. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ തന്നെ മറ്റേ വിച്ചർ ഉണ്ടായിരുന്നു, വീൽസ് ഓഫ് ടൈം വേറുണ്ടായിരുന്നു. വീൽസ് ഓഫ് ടൈം. അതെ അതെ. But none of them couldn't impress me actually. എല്ലാം ഒരു Game of Thrones ക്ലോൺ ആയിട്ടാ തോന്നുന്നത്. അങ്ങനെ വരുമ്പോ ആണ് നമ്മൾ ആ ഗെയിം ഓഫ് ത്രോൺസിന്റെ പവർ മനസ്സിലാക്കുന്നത്. ആ ലാസ്റ്റ് എപ്പിസോഡ് വളരെ പലർക്കും ഡിസാറ്റിസ്ഫൈങ് ആയിരുന്നെങ്കിലും ആ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത് ഒരു കൾട്ട് ആയി മാറി എന്നുള്ളതാണ്. അത് സീരീസ് ആവുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, അത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് സീരീസ് ആവാൻ പോവുകയാണ്, ഭയങ്കര സംഭവമായിരിക്കും. Game of Thrones is a very good adaptation. Absolutely. പക്ഷെ അതിലും ഞാൻ കേട്ടത് പകുതിയായപ്പോ ആ സ്റ്റോറിയും ബുക്കും തമ്മിൽ ഡൈവേർജ് ചെയ്തു എന്നാണ് കേട്ടത്. സത്യമാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് പ്രോസസ് ആയിരുന്നു ഒരേ ടൈമിൽ. കണ്ടിന്യൂ. ആക്ച്വലി അതാണ് നമ്മൾ പറഞ്ഞ പോലെ ബുക്ക് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് if you're a fan of the Song of Ice and Fire, ഇപ്പോഴും ഞങ്ങളുടെ ഒരു മെയിൻ ക്രിബ് എന്ന് പറയുന്നത് പുള്ളി പ്രോമിസ് ചെയ്ത 2012 ലാസ്റ്റ് ബുക്ക് വിൻസ് ഓഫ് വിന്റർ. ഇതുവരെ സാധനം വന്നിട്ടില്ല. എല്ലാ വർഷവും പുള്ളി ബ്ലോഗിൽ പ്രഖ്യാപിക്കും, ഈ വർഷം എഴുതി ഞാൻ തീർക്കും, നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും എന്ന് പറയും. ആ വർഷം തീരുമ്പോഴേക്ക് നമുക്ക് കാണാം പുള്ളിയുടെ പോസ്റ്റിന് കീഴിൽ ആൾക്കാർ വന്ന് തെറി പറഞ്ഞിട്ട് പോകുന്നത്. സോ പുള്ളിക്കും പുള്ളിക്ക് പ്രായമാണ്. കാണുമ്പോ നമുക്കും പേടിയാ, അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ, ഇത് തീരുന്നതിന് മുന്നേ അങ്ങനെ തോന്നുവോ. അല്ല, അത് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആലോചിച്ച് നോക്കൂ, ഒരു സീരീസ് തുടങ്ങി വെച്ചിട്ട് ഓഥർ മരിച്ചു പോവുകയാണെങ്കിൽ ആ സീരീസിന് എന്താവുന്ന പോകും. ഡ്രാഗൺ ടാറ്റു 3 ബുക്ക് എഴുതി അങ്ങോട്ട് മരിച്ചില്ലേ. പക്ഷേ പോസ്റ്റ്മസ്ലി അത് കംപ്ലീറ്റ് ചെയ്ത അയാൾ തന്നെയാണെന്ന് പറയുന്നില്ല. ആക്ച്വലി അത് ഗോസ്റ്റ് റൈറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത് അവസാനത്തെ ഭാഗം. എത്രാമത്തെ ബുക്ക് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഗ് ലാർസൺ മരിച്ചത്? ഐ തിങ്ക് 3 ബുക്ക് പുള്ളി എഴുതിയതാണ്. അത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ആണ് അത് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ എഴുതിയെന്ന് പറയുന്നത്. സെക്കൻഡ് മാനുസ്ക്രിപ്റ്റ് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് എന്തോ ചെയ്തതാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തീർക്കാൻ പറ്റും. So Game of Thrones is actually a very good adaptation. Karnam, if you look at the book, there are a lot of other parallel plots which are happening. Game of Thrones movie adaptation, they cut out those plots because അതെല്ലാം കാണിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഏജ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ അസ് ടു ഫോളോ ത്രൂ ദാറ്റ്. ബുക്കിനകത്ത് ഇഷ്ടംപോലെ ഹൗസസ് ഉണ്ട്, അവരുടെ ഫ്ലാഗും പേരും ഒന്നും നമുക്ക് ഓർത്ത് വയ്ക്കാനൊന്നും പറ്റില്ല.
പ്രയാസമാണ് ക്യാരക്ടേഴ്സിനെ എത്രയൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. So the first 4 seasons are very good in that way. It's a very good adaptation. No, a lesson on what to cut out and what to keep. അതേപോലെയാണ് ഹാരി പോട്ടർ. ലൈക്ക് ഇറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് അഡാപ്റ്റേഷൻ. ആ ഒരു ചില കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ ബുക്കും മൂവിയും കണ്ടത് രണ്ടും ചെയ്തത് ഹാരി പോട്ടറും ഗെയിം ഓഫ് ത്രോൺസും മാത്രമേ ഉള്ളൂ. സോ ഹാരി പോട്ടർ ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ്. ഐ ഹാവ് മൈ ഓൺ കംപ്ലൈൻറ്റ്സ് ബട്ട് ഓവറോൾ ഇറ്റ്സ് വെരി ഗുഡ് തിങ്. ഇപ്പം മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ 2 അഡാപ്റ്റേഷൻസ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് 2 MTയുടെ തിരക്കഥകളാണ്. ഒരു വടക്കൻ വീരഗാഥയും പെരുന്തച്ചൻ. വടക്കൻ വീരഗാഥ 2 ഫോക്ലോറാണ്. മലയാളത്തിൽ നമ്മൾ മലയാളീസ് കേട്ട് തഴമ്പിച്ച കഥകളാണ് ഈ വടക്കം പാട്ടുകൾ. നമ്മൾ ഒരുപാട് ഫിലിംസ് വന്നിട്ടുണ്ട്. ചന്തുവിനെ കുറിച്ച് ഉണ്ണിയാർച്ചയെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. പെരുന്തച്ചൻ അങ്ങനെ കഥകൾ സിനിമകൾ അത്രയും വന്നില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പറയിപ്പറ്റ പന്തിരുകുലം. ഇത് 2 അഡാപ്റ്റ് ചെയ്തപ്പോൾ they were able to bring something new into it. ഇപ്പം ഒരു വടക്കൻ വീരഗാഥയിലാണെങ്കിൽ നമുക്കൊരു എനോർമസ് ഒരു ന്യൂ പെർസ്പെക്റ്റീവ് ട്വിസ്റ്റ് ആണ്. ലൈക്ക് ന്യൂ പെർസ്പെക്റ്റീവ് അബ്സല്യൂട്ട്ലി. MTയുടെ 2-ാം ഊഴം പോലെ ഇപ്പം അതേപോലെ ഒരു സംഭവമാണ് വടക്കം വീരഗാഥ. കാരണം നമ്മൾ കാണുന്ന യൂഷ്വൽ വില്ലൻ ചന്തു, പുള്ളിയുടെ പെർസ്പെക്റ്റീവ് നമുക്ക് കാര്യങ്ങൾ കാണുകയാണ്. ആരോമൽ ഹീറോയിൽ നിന്ന് ആന്റി ഹീറോ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് വില്ലൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയാർച്ചയും ഒരു ഫ്ലോട്ട് ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പെർസ്പെക്റ്റീവ്. ഇറ്റ്സ് ഡൺ വെരി നൈസ്ലി. സെയിം പെരുന്തച്ചൽ നമ്മൾ കേൾക്കുന്ന കഥയിൽ സ്വന്തം മകന്റെ കഴിവില് അസൂയ മൂത്തിട്ടാണ് പെരുന്തച്ചന് ഉളി താഴെയിട്ട് കൊല്ലുന്നത്. അപ്പൊ നമുക്കത് നമുക്ക് ഐതിഹ്യമലയിലെ കഥ വായിക്കുമ്പോൾ വിൽ ഫീൽ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ക്യാരക്ടർ പെരുന്തച്ചനെ കുറിച്ച്. കാര്യം അതിലൊരു സീനുണ്ട്. ഇവരെല്ലാം സഹോദരങ്ങളാണ്, പല പല കാസ്റ്റിൽപ്പെട്ട സഹോദരങ്ങളാണ്. ഈ പെരുന്തച്ചനും എഴുത്തുള്ള അഗ്നിഹോത്രിയും പാക്കനവരെല്ലാം. അപ്പൊ ഇവരെല്ലാം അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നിട്ട് അവിടെ ഒരു ദിവസം രാത്രി സ്റ്റേ ചെയ്യുമ്പം പുള്ളിക്കാരന്റെ വൈഫിന് അന്തർജനത്തിന് ഒരു ഉത്കണ്ഠ. ബിക്കോസ് ഇവരെല്ലാം പല കാസ്റ്റ് ആൾക്കാരാണ്. വൈ ആർ ദേ ഹിയർ? അപ്പൊ രാത്രി അഗ്നിഹോത്രി ഇവരെ കൊണ്ടുപോയി കാണിക്കും. ഈ കിടക്കുന്ന 10 പേരെ തൊട്ടുകൊണ്ട് എല്ലാരും തൊട്ടുകൊണ്ട് നോക്കിക്കോളൂ. എന്നെ തൊട്ടുകൊണ്ട് കണ്ടോളൂ. നോക്കുമ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു മഹാവിഷ്ണു ആണെന്ന് എന്റെ വിശ്വാസം. അങ്ങനെ ആയിരുന്നു. അതെ അതെ, എല്ലാവരും മഹാവിഷ്ണുവിനെ കാണും. ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു നമ്മൾ എല്ലാവരും പറയും ഈ കഴിവുള്ളവൻ ദൈവം അനുഗ്രഹിച്ച മനുഷ്യരാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അസൂയമൂത്ത മകനെ കൊല്ലുന്നു. സോ ഔട്ട് ഓഫ് ക്യാരക്ടർ. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് മൂവി, they give a compelling reason. ജസ്റ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷൻ ക്രിയേറ്റ് അതുണ്ട്. അതുപോലെ വരരുചിയുടെ മോൻ ബ്രാഹ്മണന്റെ മോനാന്ന് പറയുമ്പോൾ അതിനൊരു ഇത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം പൊതുവെ നമ്മൾ കാണുന്നതാണ് പുരാണങ്ങളിലും ഈ നാടോടി കഥകളിലൊക്കെ നമ്മൾ കഴിവുള്ള മനുഷ്യന്റെ പാറ്റേണിറ്റി അസൈൻ ചെയ്യുന്ന ഒരു ബ്രാഹ്മണനായിരിക്കും. അതൊക്കെ ഒരു ചെറിയ തോതിൽ കമന്ററി അതിൽ വരുന്നുണ്ട്. സോ വെരി ഗുഡ് അഡാപ്റ്റേഷൻസ്. ഇച്ചിരി മനസ്സിൽ തട്ടിയ ഒരു അഡാപ്റ്റേഷൻ, മനസ്സിൽ തട്ടിയെന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ആടുജീവിതം. ഇതിന്റെ തുടക്കവും നന്നായിട്ടുണ്ട്, അവസാനവും ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ഒരു ഡീഹ്യൂമനൈസേഷൻ ഇല്ലേ ഒരു മനുഷ്യൻ. പതുക്കെ അതൊരു പുള്ളി ആടായി മാറുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ബുക്ക് വായിച്ചപ്പോ എനിക്ക് അതാണ് എക്സാക്ട്ലി. അതാ പുസ്തകം വായിക്കാത്തവർക്ക് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴും അവര് പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്താ നന്നാക്കാൻ പറ്റുക ആ സിനിമയിൽ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. സത്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആടുജീവിതം അങ്ങേരുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ മാത്രമാണ്. ഇത് വേറൊരു വേർഷൻ ഓഫ് ആടുജീവിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സർവൈവൽ മൂവി ആയിട്ടാണ് ആളുകൾ കാണുന്നത്. അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ പുള്ളി അതിൽ വിജയിച്ചു എന്ന് പറയാം.
പക്ഷെ ഈ പറയുന്ന പോലെ ഈ ആടായിട്ട് മാറുന്ന കാര്യങ്ങളൊക്കെ, അതായത് അത് അതുപോലെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് അതെ, മറ്റേ ഉള്ളതുകൊണ്ടായിരിക്കും. പൂച്ചക്കാരി രമണിയുടെ കഥയൊക്കെ അതെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് പ്രോബ്ലം ഓൾ ടുഗദർ. അതെ. അതിനെക്കുറിച്ച് ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയ കാലത്തെ ആക്സെപ്റ്റബിലിറ്റിയും ഇന്നത്തെ ആക്സെപ്റ്റബിലിറ്റിയും വ്യത്യാസമുണ്ട്. ഉം. സ്റ്റീഫൻ കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റിന്റെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ചൈൽഡ് ഓർജി അതിന്റെ അകത്ത്. അപ്പൊ പുള്ളി അത് ആ സിനിമയാക്കുമ്പോൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിനിമയിൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. അത് മാത്രമല്ല പുള്ളിയാണ് അത് ഇപ്പൊ എഴുതിയിരുന്നെങ്കിലും പുള്ളി അത് ഒരിക്കലും എഴുതില്ലായിരുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം എഴുതിയ സമയത്ത് സിനിമ എടുത്ത സമയത്തും തമ്മിലുള്ള സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റിക്കും ഒരു റോളുണ്ട്. ട്രൂ. എനിവേ ഇനിയിപ്പോൾ ലാസ്റ്റ് പറയാനുള്ളത് ഒരു അഡാപ്റ്റേഷൻ വരരുത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, രണ്ടാമൂഴം. മേ ബി എൻഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. ഐ ഡോണ്ട് നോ. We can go ahead with Krishnakumar and maybe come back to this. ഇല്ല, വേണമെങ്കിൽ ഷുവർ, ഐ Is that സംസാരിക്കാം. തിങ്ക് okay? വി ഷുഡ് ഡെഫിനറ്റ്ലി കം ബാക്ക്. ഓക്കെ, ഓക്കെ കൃഷ്ണകുമാർ, ഓവർ ടു യു. ഓക്കെ. വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു ദാറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബെസ്റ്റ് അഡാപ്റ്റേഷനായിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ ഒരു ഇപ്പം നമ്മളൊരു ഫോറത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ ആദ്യം ഇതുമായിട്ടായിരിക്കും വരുന്നത്. മിക്കവാറും ഗോഡ് ഫാദർ ആയിരിക്കും അത്. ഗോഡ് ഫാദർ ട്രിലജി എന്ന് പറയില്ല, ഗോഡ് ഫാദർ 1 and 2. ആക്ച്വലി മാരിയോ പൂസോ തന്നെയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയത് എന്നതുകൊണ്ട് കൂടിയായിരിക്കാം. ഫസ്റ്റ് സീൻ തന്നെ നിങ്ങൾ കാണുമ്പോൾ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് സീനും ഇതിൻ്റെ ഫസ്റ്റ് സീനും പുള്ളി സിങ്ക് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഇതായിരിക്കാം. അതിനുശേഷം പിന്നെ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് സീൻ ബോണസേര വന്ന് പുള്ളിയോട് മറ്റേ വളരെ റിലക്റ്റൻ്റ് ആയിട്ട് വന്ന് സഹായം ചോദിക്കുന്ന ഭാഗം മുതൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ വന്നിരിക്കുന്ന ഗോഡ് ഫാദർ അഡാപ്റ്റേഷൻസ് ഒക്കെ ഇൻക്ലൂഡിങ് സർക്കാർ, രാം ഗോപാൽ വർമ്മയുടെ സർക്കാർ പോലും ആക്ച്വലി ആ സീനിൽ നിന്നാണ് അഡാപ്റ്റ് ചെയ്തതെന്ന് രാം ഗോപാൽ വർമ്മ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പുസ്തകത്തിൽ നിന്നല്ല അഡാപ്റ്റ് ചെയ്തത്, സിനിമയിൽ നിന്നാണ് അഡാപ്റ്റ് ചെയ്തത്. ഈ മാരിയോ പൂസോ ഇത് സ്ക്രീൻ പ്ലേ എഴുതിയതിനെ പറ്റിയിട്ടൊരു ചെറിയ അനക്ഡോട്ട് ഉണ്ട്. അത് ശരിക്കുള്ള കഥയാണോന്ന് അറിയില്ല, അതൊരു എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ശരി എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള മാരിയോ പൂസോനെ ഇതിൻ്റെ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് സമീപിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഓക്കെ അഡാപ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അല്ല, താങ്കൾ സ്ക്രീൻ പ്ലേ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കിതുവരെ ഒരു കുന്തം അറിയില്ല, സ്ക്രീൻ പ്ലേ എഴുതാൻ അറിയില്ല. ഇല്ല, എങ്ങനെയെങ്കിലും എഴുതിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഐ തിങ്ക് ഈ made an offer he could not refuse. ഇത് I was itching to say that. So പുള്ളി എഴുതി, എങ്ങനെയൊക്കെ എഴുതി, ആദ്യത്തെ എഴുതി, അതിന് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് കിട്ടി, ഓസ്കാർ കിട്ടി. സെക്കൻഡ് വണ്ണിനും കിട്ടി, ഓസ്കാർ കിട്ടിയെന്ന് തോന്നുന്നു, അതോ നോമിനേഷൻ കിട്ടിയോ എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്ക് തോന്നി അത് കൊള്ളാം, നല്ല പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഒരു ലൈബ്രറി, ഒരു ബുക്ക് സ്റ്റോറിൽ പോയി ശരിക്കും സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എടുത്തു. ഐ തിങ്ക് സംതിങ് ലൈക്ക് സ്ക്രീൻ റൈറ്റിംഗ് ഫോർ ഡമ്മീസ് അങ്ങനെ എന്തോ സാധനമാണ് തുടങ്ങിയത്. പുള്ളി തുറന്ന് ഫസ്റ്റ് പേജിൽ ആദ്യം എഴുതിയിരുന്ന സംഭവം ടു നോ ഹൗ ടു റൈറ്റ് എ ഗുഡ് സ്ക്രീൻ പ്ലേ ഫസ്റ്റ് വാച്ച് ഗോഡ് ഫാദർ 1 and 2 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാണെന്ന് അറിയില്ല, ചിലപ്പോൾ എഴുതി വെച്ചതായിരിക്കും, ആൾക്കാർ തള്ളിയതായിരിക്കും. പക്ഷെ ഹി വെന്റ് ഓൺ ടു റൈറ്റ് സൂപ്പർമാൻ ഇല്ലേ, സൂപ്പർമാൻ 1, 2, 3 ഫസ്റ്റ് അഡാപ്റ്റേഷൻസ് ആണ്. അതൊക്കെ പുള്ളി തന്നെ എഴുതിയതാണ്. ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് മീൻസ് അതൊരു ബെറ്റർ അഡാപ്റ്റേഷൻ ആവാൻ കാരണം എന്ന് വെച്ചാൽ ഓതർ തന്നെ എഴുതിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമൂഴത്തെ പറ്റിയും പറയാനുള്ളത്. അദ്ദേഹം ഇല്ല. അപ്പോൾ രണ്ടാമൂഴം, വടക്കമീരഗാഥയുടെ സ്ക്രീൻ പ്ലേ, പഴശ്ശിരാജയുടെ സ്ക്രീൻ പ്ലേ, ഇതിലൊക്കെ എന്തോ ഉണ്ട്. അത് നല്ലൊരു ഡയറക്ടറുടെ കൈ കിട്ടി അതൊന്നും തേച്ച് മിനിക്കേണ്ട കാര്യമില്ല. അത് അതേപോലെ പോർട്രേ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് അത് മനസ്സിലാക്കുന്ന ആളുടെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്ക്രീൻ റൈറ്റേഴ്സ് ഇല്ലെന്നല്ല, പക്ഷേ രണ്ടാമൂഴത്തിൻ്റെ സത്ത ചോരാതെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്, അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് അങ്ങനെ എഴുതണം എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം സാങ്കല്പിക കഥാപാത്രമായിരിക്കാം, എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള അടി നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം വളരെ സാങ്കല്പിക ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ എന്ന ആൾക്കാർ വിശ്വസിക്കുന്ന പത്മാവതിയെ പറ്റിയിട്ട്
ഉണ്ടായ പുകിൽ നമുക്കറിയാം. ഉം. അത് വെറും ഒരു അതെ അതെ കവിതയിൽ വന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു Yeah. പ്രിൻസസ് ഇല്ല. എന്നിട്ട് പോലും പ്രശ്നം ഉണ്ടാക്കിയതാണ് നാട്ടുകാർ. പിന്നെയാണ് ഇത്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ബെസ്റ്റ്, അതായത് സ്ക്രീൻ പ്ലേ ജസ്റ്റിസ് കിട്ടിയിട്ടില്ലെന്ന് തോന്നിയിട്ടുള്ള എഴുത്തുകാരൻ, അഡാപ്റ്റേഷൻ എന്ന് പറയാൻ നമ്മൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് പേരുണ്ടാവാം. ഒരു എഴുത്തുകാരന് വളരെ ഇപ്പോഴാണ് പുള്ളിക്ക് അതിനൊരു ഇത് കിട്ടിയത്, നല്ലൊരു അഡാപ്റ്റേഷൻ കിട്ടിയത് അങ്ങനത്തെ ഒരു കഥയ്ക്ക്. അത് GR ഇന്ദുഗോപനാണ്. പൊന്മാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് വായിച്ചു തീർന്നു. പക്ഷേ ആ പുസ്തകം എനിക്കൊരു എന്താ പറയുക, ഒരു ഈസി റീഡ് ആണെങ്കിൽ പോലും അതെനിക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ എഴുതിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ഒരു പുസ്തകമാണ്. സിനിമാറ്റിക് ഫീൽ ഉണ്ട്, ശരിയാണ്. സിനിമാറ്റിക് നോവലും സാധാരണ നോവലും തമ്മിലുള്ള ഡിബേറ്റ് നടക്കുന്ന കാലമാണ്. എന്നാലും പറയുവാണ് അത് അത് ഒരു ആക്ച്വൽ സിനിമയിലേക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകമായിട്ടാണ് തോന്നിയത്. അത് തിരക്കഥയായിട്ടാണ് കിടക്കുന്നത്. പുസ്തകത്തെക്കാളും കൂടുതൽ തിരക്കഥ പോലെയാണ് കിടക്കുന്നത്. അത് അഡാപ്റ്റ് ചെയ്ത് വളരെ, ഞാൻ സിനിമ കണ്ടില്ലെങ്കിലും അതിന് ജസ്റ്റിസ് കിട്ടി എന്നുള്ളതാണ് സിനിമയുടെ വിജയം ഇപ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 അഡാപ്റ്റേഷൻസ് ഇപ്പോൾ വൂൾഫ്, ചെന്നായ എന്ന സാധനം വൂൾഫായിട്ടും, അതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ക്വാളിറ്റി, ഇത് ഷോർട്ട് ഫിലിം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിനെ പിടിച്ചാണ് സിനിമയാക്കിയത്, ഒരു മുഴുനീള സിനിമയാക്കിയത്. കോവിഡ് ടൈമിൽ വന്ന കഥയാണ്. കോവിഡ് ടൈമിലാണ് അത് ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ തന്നെയാണ് എല്ലാം നടന്നതെന്ന് തോന്നുന്നു. പിന്നെ തെക്കൻ തല്ലുകേസ്, അതായത് അമ്മിണിപ്പിള്ള വെട്ടുകേസിൻ്റെ അഡാപ്റ്റേഷനാണ്. ഒരിക്കലും ക്ലൈമാക്സ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്ലൈമാക്സ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്കെ, ക്ലൈമാക്സിൽ ഒരു മാറ്റി പണിഞ്ഞിട്ടുണ്ട്. തരക്കേടില്ലാത്ത രീതിയിൽ പടം വന്നു എന്നാണ് എനിക്ക് തോന്നിയത്, പക്ഷെ എന്നാലും വിജയിച്ചില്ല. പിന്നെ അതെ ഉള്ളത് കാപ്പയാണ്. ശംഖുമുഖി എന്ന് പേരുള്ള ഒരു ഒരു എപ്പിക് സാധനം എന്ന് പറയാം. സൂപ്പർ ഒരു നോവൽ. അടാർ ഐറ്റത്തിനെ സിനിമയാക്കി അത് നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും, ആ പുസ്തകം വായിച്ച ആളുകൾക്ക് എന്തായാലും, കഥ വായിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം ആയിരിക്കും. അതെ സിനിമയായിട്ടും തീർച്ചയായും വിജയിച്ചില്ല. സിനിമയിലെ അവസാന ഭാഗം ട്രോൾ ചെയ്യപ്പെട്ടു. 2 ഒരുപാട് വില്ലത്തിമാരുടെ കാര്യം ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് എനിക്ക് മോശം അഡാപ്റ്റേഷൻസിലെ റീസെന്റ് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. ഉണ്ട്, ഇഷ്ടംപോലെ മോശം അഡാപ്റ്റേഷൻസ് ഉണ്ട്, ജസ്റ്റിസ് കിട്ടാത്ത അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അനന്തഭദ്രം പറയാം. അനന്തഭദ്രം അതിന്റെ വിഷ്വൽ ബ്യൂട്ടി, അതിപ്പോഴും എപ്പിക്കായി നിൽക്കുന്നത് മനോജ് കെ ജയൻ ചെയ്ത ദിഗംബരൻ കാരണമാണ്. പക്ഷെ പുസ്തകം അത് പിന്നെ സീരിയലൈസ് ചെയ്ത് പാട്ടുകളും വന്ന സമയത്ത് ഞാൻ പാട്ടുകളും 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 പിക്ചറൈസേഷനും പാട്ടുകൾ. സന്തോഷ് ആയതുകൊണ്ടും. പക്ഷേ ഇത് സീരിയലൈസ് ചെയ്ത് വന്നപ്പോൾ മുതൽ ഞാൻ വായിക്കുന്നത് പ്ലസ് ടുവിലാണ്. ഞാൻ എൻ്റെ എക്സാം എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എഴുതിയിട്ട് ആ കാലത്താണ് രജനീയസ് ആനന്ദ് സംഭവം നടക്കുന്നത്, ഒരു 2004 ആ ടൈമിൽ. അപ്പോൾ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം വൈകി. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, മനോരമയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണ് എല്ലാ വീക്കും. അനന്തഭദ്രം വായിക്കാൻ വേണ്ടി മാത്രം. അനന്തഭദ്രം വായിച്ച് പകുതിയായപ്പോൾ, അത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വേൾഡ് ബിൽഡിങ്, ശിവക്കാവ്, അതിന് ചുറ്റുപട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അമ്മിണിക്കുട്ടി എന്ന് പേരുള്ള ഒരു യക്ഷിയും, അതൊന്നും സിനിമയിലില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പരസ്യം വരുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും. അതായത് ഉച്ഛ്വാസത്തിൽ താമരയുടെ ഗന്ധമുള്ള ഗന്ധർവന്റെ കഥയും കയ്യിൽ 6 പേരുള്ള കുട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അതിലില്ല, സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ ഈ ശിവറാം എന്ന് പേരുള്ള ഡോക്ടറാണ് മെയിൻ ക്യാരക്ടർ. പക്ഷേ അതിനുവേണ്ടി കാസ്റ്റിംഗ് അവർ തേടിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക്. നിങ്ങൾ കാസ്റ്റിംഗ് ആൾക്കാർ നിങ്ങൾ മറ്റേ എന്താ പറയുക, സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടെന്ന് മറ്റൊരു കോൺടെസ്റ്റ് ഒക്കെ നടത്തിയായിട്ട് ഓർമ്മയുണ്ട് മനോരമ. അപ്പോൾ എല്ലാവരും ശിവറാം എന്നുള്ള ക്യാരക്ടർ മമ്മൂട്ടിയാണ് പ്രിഫർ ചെയ്തിരുന്നത്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടർ. അവസാനമാകുമ്പോൾ പുള്ളിയാണ് പവർഫുൾ ക്യാരക്ടർ. അനന്തന് വേണമെങ്കിൽ നമുക്ക് പൃഥ്വിരാജ് അന്നും ആൾക്കാർ ആലോചിച്ചിട്ടുണ്ട്, പൃഥ്വിരാജ് അല്ലെങ്കിൽ ജയസൂര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും പറയുന്നുണ്ട്. പക്ഷേ ഭാമ എന്നുള്ള ക്യാരക്ടറിന് അപ്പോഴും ആളില്ല. കാരണം അതിനകത്ത് പറയുന്നത് സർപ്പ സൗന്ദര്യമുള്ളൊരു ഒരു സ്ത്രീയാണ് ഭാമ എന്ന് പറയുന്നത്, യുവതിയാണെന്ന് പറയുന്നത്. അപ്പോൾ പലരോടും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നിങ്ങളെ ആണോ കാസ്റ്റ് ചെയ്യുന്നതെന്ന് പല നടിമാരോടും ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു എനിക്കാ പറയുന്ന സംഭവമൊന്നും ഇല്ല എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ മറ്റേ റിപ്ലൈ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. സർപ്പസൗന്ദര്യത്തിന് സാധാരണ മലയാളത്തിൽ പുറത്തുനിന്നാണ് ആളെ കൊണ്ടുവരുന്നത്. അതെ അതെ, നമുക്കിവിടെ അതിനുള്ള. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പടം അതിൻ്റെതായ രീതിയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ആടുജീവിതം പോലെ, പടം അതിൻ്റെതായ രീതിയിൽ മാറി. പക്ഷെ നോവൽ വായിച്ച ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനകത്ത് എല്ലാം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല.
അതിൽ കുറെ ക്യാരക്ടറിന്റെ ഡെത്തും കാര്യങ്ങളും അതൊന്നും എന്താ പറയുക, രാമൻ ജോത്സ്യർ മരിക്കുന്നതും, രാമൻ ജോത്സ്യരൊക്കെ ഈ പറയുന്ന പോലെ ഒന്നും അല്ല. രാമൻ ജോത്സ്യർ അതിനപ്പുറത്തുള്ള ക്യാരക്ടറാണ്. അതായത് തിലകന്റെ മണിച്ചിത്രത്താഴിലെ ഒരു സീൻ അതേപോലെ വേണമെങ്കിൽ രാമൻ ജോത്സ്യർക്ക് വേണ്ടിയിട്ട് ഇതിൽ പറയാൻ പറ്റും. കാരണം ഇദ്ദേഹത്തിനെ പുച്ഛിക്കുന്നുണ്ട്. അപ്പൊ പുച്ഛിക്കുമ്പോൾ മറ്റേ ഈ അനന്തൻ എന്നുള്ള ക്യാരക്ടറിന്റെ അടുത്ത് പറയുന്നുണ്ട്, എവിടെയായിരുന്നു US എന്ന് നോക്കുമ്പോൾ US തന്നെ അറിയുമോ നിങ്ങൾക്കെന്ന് ചോദിക്കുക. അപ്പൊ പുള്ളി പറയും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ പുള്ളി ബാധ ഒഴിപ്പിക്കാൻ വന്ന കഥയൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ ഇയാളുടെ ഫുൾ എയർ പോകുന്നൊരു സീനുണ്ട് ആനന്ദന്റെ. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കാരണം പുള്ളി ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു നായക കഥാപാത്രമല്ല ആനന്ദൻ. പുള്ളി ആക്ച്വലി ഒരു വെസലാണ്, ഒരു ഗന്ധർവനെ ആവാഹിച്ചിരുത്താനുള്ള വെസലാണ്. പക്ഷെ അതിനകത്ത് ഗന്ധർവനെ അല്ല ആവാഹിക്കുന്നത്, ദിഗംബരനെ എടുത്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് ഓർമ്മ വരാൻ കാരണം ഇത് വളരെ റീസെന്റ് ആയതുകൊണ്ടാണ്. അഡാപ്റ്റേഷൻസിന്റെ കേസിൽ ഞാൻ ആടുജീവിതം വായിച്ചിട്ടുമില്ല, ആടുജീവിതം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഐതിഹ്യമാലയുടെ കേസ് പറഞ്ഞപ്പോഴാണ് കായംകുളം കൊച്ചുണ്ണിയുടെ കഥ. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ നമ്മൾ കേൾക്കുന്ന അഡാപ്റ്റേഷൻസിൽ പലതിലും കായംകുളം കൊച്ചുണ്ണിയുടെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒഴിവാക്കിയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഇത്തിക്കരപ്പക്കി ആയാലും കായംകുളം കൊച്ചുണ്ണി ആയാലും അതിനകത്ത് കഥ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അതിനകത്തുള്ള പല ബീട്രയൽസും പുള്ളിക്ക് കിട്ടാനുള്ള കാരണങ്ങളുണ്ട്. പുള്ളി ആള് ശരിയല്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് കിട്ടിയെന്ന രീതിയിലാണ് കൊട്ടാരത്തെ ശങ്കുണി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണല്ലോ നമ്മുടെ ടെക്സ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതല്ലേ ഉള്ളൂ ആക്ച്വലി ഒരു ബേസിസ് പറയാനുള്ളത്. അതെ. പക്ഷെ അത് നമ്മളിപ്പോ പുതിയ സിനിമ വന്നില്ല, 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പടം വന്നു വിനയന്റെ. അതിനകത്ത് കായംകുളം കൊച്ചുണ്ണി നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ പെർസ്പെക്റ്റീവ്. ഇപ്പോൾ MTക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേ എന്താ പറയാ, പെരുന്തച്ഛനെ നെഗറ്റീവാക്കി മറ്റേ അതിപ്പോ ഓക്കെ. അത് മറ്റേ ഇതിന്റെ കേസ് വടക്കം വീരഗാഥയിൽ ചന്തു, വടക്കംപാട്ടില് ചതിയനാണ്. പക്ഷെ സിനിമയിൽ വരുമ്പോൾ എന്തായാലും അത് മാറ്റി എഴുതാം. ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്ററിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അയാൾ മാറ്റി അയാൾക്ക് ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കാം. അയാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് കഥ പറയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ വരും ഓട്ടോമാറ്റിക്കലി. അതെനിക്ക് പറയാനുള്ളൂ. സന്ദീപ്, നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷ്യനാണ്. ഞാൻ മാർഷ്യൻ സിനിമ ഇറങ്ങുന്നതിന് ഒരു 6 മാസം മുൻപ് ഒരാൾ എന്നെ, ഒരു സീനിയറായ മനുഷ്യൻ എന്നെ മീറ്റ് ചെയ്തപ്പം ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു. അപ്പം പുള്ളി പുസ്തകം വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ സാധാരണ വായിക്കുന്നവരടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ വായിക്കുന്ന പുസ്തകം ഏതാണ്. അങ്ങനെ കുറേ ജെംസ് ജീവിതത്തിലോട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതാണ് മാർഷ്യൻ. ആൻഡി വിയർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. പുള്ളി നാസയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പുള്ളി നാസയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എഴുതിയ പുസ്തകമാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ മാർഷ്യൻ വാങ്ങിച്ചു, ഒറ്റയിരിപ്പിനിരുന്ന് വായിച്ചു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കായിരുന്നു സാധനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സയൻസ് ബിലീവബിൾ അല്ലാത്ത ഒരു സാധനമല്ല. സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് മോഡേണൈസ് ചെയ്തിരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ബിലീവബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സയൻസ് ഫിക്ഷൻ നോക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാം വളരെ ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ പിറകിലെ സയൻസ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് മാർഷ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് സിനിമ കണ്ടപ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ആ മാർക്ക് വാട്ട്നിയുടെ മോണോലോഗ്സ് മുഴുവനും നല്ല ജസ്റ്റിസ് കൊടുത്ത് സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുസ്തകം കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി സംഭവങ്ങൾ അതിൽ നടന്നതൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ അവസാനം രക്ഷപ്പെടാനായിട്ട് ആ റോക്കറ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴൊക്കെ സാധനം ഒരു കുഴിക്കകത്ത് വീഴുകയും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പുള്ളി റിക്കവർ ചെയ്യുന്നതൊക്കെ അതൊക്കെ അവർ അവോയ്ഡ് ചെയ്തു. എന്നാൽ പോലും ഒരു വളരെ ജസ്റ്റിസ് ചെയ്ത പുസ്തകമായിരുന്നു. പുള്ളിയുടെ രണ്ടാമത്തെ പുസ്തകമുണ്ട്, എന്തായിരുന്നു എൻ്റെ പേര്, ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ട്. വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ക്യാരക്ടർ തീരെ ഷാലോ ആയിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ വൺ ബുക്ക് വണ്ടർ എന്ന് പറഞ്ഞ് എഴുതി തള്ളായിരിക്കുമ്പോഴാണ് പുള്ളി പ്രോജക്ട് ഹെയിൽ മേരിയും കൊണ്ടുവന്നത്. അതൊരു 5 സാധനമാണ്. വായിച്ചിട്ടില്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഇഷ്ടമാണെങ്കിൽ യു ഷുഡ് റീഡ് ഇറ്റ്. ഇറ്റ് ഇസ് അത് സിനിമ ആക്കുകയാണെങ്കിൽ അതിന്റെ സ്കെയില് വേറെയാണ്.
അതും സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മറ്റേ സ്റ്റാർ വാഴ്സ് പോലത്തെ അടി ഇടി അങ്ങനെയൊന്നുമല്ല. ഇത് റിയൽ സയൻസ്, റിയൽ ഫിക്ഷൻ, റിയൽ പ്രോബ്ലം, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഒരു മൂവി അത് ഇസ് ഇൻ വരുന്നുണ്ട്. പ്ലാനിങ്. റയൻ റയൻ ഗോസ്ലിംഗ്. റെയ്നോൾഡ്സ് ആരോ ആണ്, റയൻ ഗോസ്ലിംഗ് റയൻ റയൻ ഗോസ്ലിംഗ് ആണ്. ഗോസ്ലിംഗ് ആണ് അതിന് അതിലുള്ളത്. അപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അത്. പിന്നെ ഒരു ഓണറബിൾ മെൻഷൻ ഉണ്ട്, ഓഡ് തോമസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു കാണുമെന്ന് അറിയത്തില്ല. നമ്മുടെ മമ്മിയുടെ ഡയറക്ടർ സ്റ്റീവൻ സോമേഴ്സിന്റെ സിനിമയാണ് ഓഡ് തോമസ്. ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് അപകടങ്ങൾ വരുന്നത് മുൻകൂട്ടി കാണാൻ പറ്റും. അത് ഒരു എനിക്ക് ആ സിനിമ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അതിന്റെ പുസ്തകം വായിച്ചു. അപ്പോൾ ഭയങ്കര ട്രൂത്ത്ഫുൾ റെൻഡിഷനാണ് എഗെയിൻ പുസ്തകവും സിനിമയും തമ്മിൽ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എഗെയിൻ അതിന്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ പല ഭാഗങ്ങളുണ്ട് പുസ്തകത്തിന്റെ. പക്ഷെ ആണോ അത്? ഡീൻ കൂൺസ് ആണ് അതെ. ഡീൻ കൂൺസ് ആണ്. അപ്പോൾ അതിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് പാർട്ട് അത്യുഗ്രനായിരുന്നു ഓഡ് തോമസ്. അതിന്റെ അൺഫോർച്ചുനേറ്റ് ആ സിനിമ ഒരുപാട് പിന്നെ ഇഷ്ടപ്പെടാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഹീറോ ആയിട്ട് അഭിനയിച്ച ആൾ, ഓഡ് തോമസ് ആയിട്ട് അഭിനയിച്ച ആൾ ആന്റൺ എൽച്ചൻ, പുള്ളി ഒരു ആക്സിഡന്റ് വന്ന് മരിച്ചുപോയി. പുള്ളി കാറ് ഗിയറിൽ ഇട്ടിട്ട് പുറത്തിറങ്ങി നടന്നപ്പോൾ ആ കാറ് തന്നെ ഉരുണ്ട് വന്ന് ഇടിച്ച് പുള്ളി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പം എനിക്ക് തോന്നുന്നു അത് കാരണം ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും അവര് പിന്നെ സിനിമയാക്കിയില്ല. ബട്ട് ദാറ്റ് വാസ് ഓൾസോ വെരി സ്റ്റാർ ട്രെക്കിൽ ഉണ്ടായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. ഓഡ് തോമസ് മൈസൂരിലപ്പോ കണ്ട സിനിമയാണോ? ഓഡ് തോമസ് ഇല്ല, 2014 എന്തുവാണ് റിലീസായത്. ഡീൻ കൂൺസ് അപ്ലായിരിക്കും വായിച്ചിട്ട്. ബിഗ് മൈസൂർ കളക്ഷൻ 2014 ഞാൻ കണ്ടത്. നെറ്റ്ഫ്ലിക്സിലാണ് സാധനം ആദ്യം കണ്ടത്. അപ്പൊ അതിൽ പിന്നെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഞാൻ നല്ല ഒരു ടോട്ട് ത്രില്ലറാണ് സാധനം. ഇനി ഡിസപ്പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഡിസപ്പോയിന്റിങ് ആയൊരു പുസ്തകം സ്റ്റീഫൻ കിങ്ങിന്റെ പെറ്റ് സെമിറ്ററി സിനിമയാക്കിയതാണ്. അത് 2 വേർഷൻസും ഞാൻ കണ്ടു. ഞാൻ പെറ്റ് സെമിറ്ററി പുസ്തകം, ശരിക്കുള്ള പുസ്തകം വായിച്ചത് എൻ്റെ ഫസ്റ്റ് ബോൺ ഹാഡ് പാസ്ഡ് അവേ. വളരെ 35 days ഓൺലി ഹി ഹാഡ് ലിവ്ഡ്. അപ്പോൾ ഐ ബറീഡ് ഹിം ആൻഡ് ഐ എം റീഡിങ് പെറ്റ് സെമിറ്ററി. പെറ്റ് സെമിറ്ററിയുടെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് നോട്ട് സീൻ ഇറ്റ്, ഒരു ഒരു ഫാമിലിയായിട്ടൊരു വില്ലേജിലോട്ട് മൂവ് ചെയ്യാണ്. അവരുടെ വീടിൻ്റെ പിറകിൽ ഒരു സെമിറ്ററി ഉണ്ട്. ആ സെമിറ്ററിയിൽ കുഴിച്ചിടുന്ന എന്തും തിരിച്ചു വരും ജീവനോടെ. അപ്പോൾ അങ്ങനെ ഒരു മിത്തുണ്ട്. ഇപ്പോൾ ഇയാളുടെ മോൻ നഷ്ടപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ പോയി ആ സെമിറ്ററിയിൽ കുഴിച്ചിടും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മുഴുവനും ആ ഗ്രീഫാണ് ആ പടത്തിൽ. അത് ഒരിടത്തും വരുന്നില്ല. ഒറ്റ മൂവിയിലും അയാളുടെ ആ ഗ്രീഫും അയാളുടെ ടോർമെന്റും, ആ കൊച്ചിന് വേണ്ടിയിട്ട് അയാൾ അടക്കിയ കൊച്ചിനെ പോയി രാത്രി കുഴി മാന്തി എടുത്തു കൊണ്ടുവന്ന് ഈ പെറ്റ് സെമിറ്ററിയിൽ അയാൾ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ യാതൊരുവിധ ഇമോഷണൽ ഇഫക്റ്റും ഇമ്പാക്റ്റും ആ സിനിമയിലുണ്ടായില്ല. വളരെ ഒരു ഹൊറർ മൂഡിൽ അങ്ങ് പോയി അവസാനിച്ചൊരു സാധനമാണ്. അത് വളരെ ഡിസാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക്. സോ ദാറ്റ്സ് ഫ്രം മൈ സൈഡ്. നമുക്ക് എല്ലാവർക്കും തിരിച്ച് 2ാം ഊഴത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവരെയും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.